എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കേക്ക് കട്ടുന്ന കൃത്യസമയമായപ്പോ തന്നെ ഇഷിത അങ്ങോട്ട് വരുവാണ്. ഇഷിതയെ കണ്ടതും സോമനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതേ മഹേഷിന്റെ ഭാര്യ വന്നല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഇഷിതയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. ആ സമയത്ത് പ്രഭുദേവ മാഷു ഒരു അന്താളിപ്പോട് കൂടിയാണ് ഇഷിതനെ നോക്കുന്നത്. ഓഹോ, അപ്പൊ ഇവളാണോ തന്റെ മകന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അന്ന് എന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം എന്നോർത്തോണ്ട് സ്വപ്നവല്ലി പോരാടാൻ തയ്യാറായിട്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങും. പെട്ടെന്ന് മഹേഷ് ആ കയ്യിലേക്ക് കയറി പിടിക്കുക. അമ്മ ഒരു മിറ്റെന്ന് പറയണം. അങ്ങനെ സ്വപ്നവല്ലി അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയി. അമ്മേ, ഇഷിത എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാന്ന് പറയണേ. ഹെൽപ്പ് ചെയ്യാനോ? അതേമ്മേ, ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, അത് ഇഷിത കാരണമാണ് ഇപ്പൊ ഞാൻ കിട്ടിയിരിക്കുന്നത്. അമ്മ ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അമ്മ ഇഷിതനെ നന്നായിട്ടൊന്ന് സ്നേഹിക്കണം. ഒരു നാടകമായതെന്ന് പറയണം. ഓ അങ്ങനെയാണോ? അന്നേ പിന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്വപ്നയിലോട്, അയ്യോ മോളെ, ഇത് ഇത്ര ലേറ്റ് ആയത് എന്താ? മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, ബാ മോൾക്ക് ഞാൻ ചായ എടുത്തരാന്ന് പറയണേ. വേണ്ടമ്മ, ഇപ്പൊ വേണ്ടെന്ന് പറയണേ. ഇതൊക്കെ കണ്ട അന്താളിപ്പോടെ മഞ്ജരി ഇങ്ങനെ നോക്കുവാണ്. ഒന്നും മനസ്സിലായില്ല മഞ്ജരിക്ക്. മാഷും രാമനാഥനും ഒക്കെ ഇങ്ങനെ കണ്ണിക്കണ്ണി നോക്കുക. അവർക്കും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അതെ, പെട്ടെന്ന് സ്വാമിനി പറഞ്ഞു, അല്ല അമ്മായിമ്മയ്ക്ക് ഭയങ്കര സ്നേഹമുള്ള ഇഷിതയോട്. ഇതെന്റെ മരുമോളല്ല, ഇതെന്റെ മോള് തന്നെയാന്ന് പറയാണ്. എന്നാ ശരി, ഇനി സമയം കളയണ്ട, നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്ന് രാജേഷ് പിള്ള സാർ ചോദിക്കണം. ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവർ നിന്ന് കഴിയുമ്പോഴത്തേനും സ്വാമിനോ, ഇന്നെന്താ അമ്മ മാറിയിരിക്കുന്ന ചിപ്പിമോളുടെ അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. ഇഷിതേനെയും കൂടെ അങ്ങോട്ട് പറഞ്ഞുവിടാം. അവസാനം ചിപ്പിമോളുടെ കൈ പിടിച്ച ഇഷിതയും മഹേഷും കേക്ക് കട്ടിയാണ്. ആ സമയത്ത് മാഷ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. മാഷ് നിന്നില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്തും പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നീട് ചിപ്പിമോളെ കൊണ്ട് വിടാനായിട്ട് ഇഷ്ടത്ത് താഴേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ചിപ്പിമോളോട് ചോദിച്ചു, അതെ 2 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ട് വിടണ്ടാന്ന് പറയാം. അതെന്താ? എനിക്ക് അവിടെ ഇഷ്ടമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്തോ എനിക്ക് ഇഷ്ടമില്ല, അവിടെ ചെന്ന അമ്മ എന്നെ തല്ലൂന്ന് പറയണം. തല്ലുവോ? അത് വെറുതെ മോൾ എന്തേലും അനുസരണക്കേട് കാണിച്ചിട്ട് അല്ല, വേദനിപ്പിച്ച് തല്ലൂന്ന് പറയണം. ഇനിയേ മോളെ തല്ലുവാണെങ്കിലേ ദേ എന്നോട് പറഞ്ഞാ മതി, ഈ ഷിയാമ വന്നേ അമ്മേനെ തല്ലിക്കോളാം കേട്ടോ എന്ന് പറയണം. ശരി. അതെ, മോൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇന്നലെ ബർത്ത്ഡേ ആഘോഷമൊക്കെ? അതെ, മോൾക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താ മോൾക്ക് ഇഷ്ടപ്പെട്ട? ഞാൻ മോളുടെ അമ്മയായിട്ട് ആക്ട് ചെയ്താണോ? അതല്ല, പിന്നെന്താ മോൾക്ക്? അതെ, ഇനി അടുത്ത പ്രാവശ്യം ബർത്ത്ഡേക്ക് മോളുടെ അമ്മയായിട്ട് ആക്ട് ചെയ്യണ്ട, ശരിക്കും ഒറിജിനലായിട്ട് അമ്മയായിട്ട് വന്നാൽ മതി. ഈ ഷിയാമ്മയുടെ ഷീയങ് എടുത്തു കളഞ്ഞാൽ പിന്നെ അമ്മയായില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ചിപ്പിമോളെ വാരിയെടുത്ത് ഉമ്മ വെക്കുകയാണ്. ഇഷിതയ്ക്ക് എന്തോ വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. അപ്പോഴാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് രാമനാഥൻ വരുന്നത്. ഇതേ മോളുടെ അച്ഛൻ വരുന്ന പറയണ. അച്ഛച്ചാന്ന് പറഞ്ഞു ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ വാരിയെടുത്ത് രാമനാഥൻ ഇഷിതയുടെ അടുത്തേക്ക് വരിക. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറയാം. ഇന്നലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നേ. കുഞ്ഞിനെ കൊണ്ടുവന്നു, ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ നല്ല സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. പിന്നീട് ഇഷിത അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണ്. എന്നാലും ഇന്നലെ ഞാൻ മാഷുമായിട്ട് കുറെ സംസാരിച്ചു. നമ്മളിങ്ങനെ ദൂരത്ത് വെച്ച് ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവരുടെ രൂപം മാത്രം അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അടുത്തറിയുമ്പോഴാണ് നമ്മൾ അവരുടെ മനസ്സൂടെ മനസ്സിലാക്കുന്നത്. രണ്ടു കുടുംബങ്ങളും തമ്മിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴേ ഏകദേശം ഒതുങ്ങിയ മട്ട. ഇപ്പോഴാണ് ഞാൻ ഡോക്ടർ ഇഷിതയുടെ മഹത്വം തിരിച്ചറിയുന്നതെന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അതിനു വേണ്ടി മാത്രം ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിപ്പിമോളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയണം. പിന്നീട് അന്ന് ഞാൻ കൊണ്ടേ വിട്ടിട്ട് വരട്ടെ, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതെന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അച്ഛനും ഉമ്മയും ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് ചിപ്പിമോള് ഇഷിതയുടെ കൂടെ രചനയുടെ വീട്ടിലേക്ക് വേണ്ട റെഡിയാകുന്നത്. ഈ സമയത്ത് രചന ആ പാടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും ആകാശ് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. കുറെ കവറൊക്കെ ആയിട്ട് വന്നേ. കവറൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് നേരെ രചനയുടെ അടുത്തേക്കില്ല. രചന മൈൻഡ് ചെയ്യാതിരിക്കുക. എന്ത് പറ്റി എന്റെ പ്രിയമന്തമ്മയ്ക്ക് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കാൻ പറയാണ്. രചന നോക്കിയില്ല. എടോ ഇങ്ങോട്ട് നോക്കടോ, ഇതെല്ലാം ചിപ്പിമോൾക്ക് വാങ്ങിച്ചോണ്ട് വന്നാ തനിക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാം. അന്നിട്ടും രചന നോക്കിയില്ല. എനിക്കറിയാം എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. അതെ, ദേഷ്യം മാറ്റാൻ ഒരു കാര്യം പറയട്ടെ. ഞാനേ ആ ചെന്നൈ ട്രിപ്പ് അങ്ങനെ ക്യാൻസൽ ചെയ്തെന്ന് പറയാം. പക്ഷെ എന്നിട്ടും രചന മോൻ തിരിച്ചല്ലോ. എന്നിട്ടും പരിഭവം മാറിയില്ല. അന്നാ സന്തോഷം ഒരു കാര്യം പറയട്ടെ. അതെ, ഇനി നമ്മൾ ചെന്നൈക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരുമിച്ചായിരിക്കും പോണേ. രചനയ്ക്ക് ഭയങ്കര സന്തോഷമായി. രചന ഓടി വന്ന് രചന ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതെ, എനിക്ക് ആകാശില്ലാതെ പറ്റില്ല. ആകാശിന് അറിയാലോ എന്റെ ഒരു നിശ്വാസത്തിലും ആകാശാണ്. ആകാശിനെ നഷ്ടപ്പെടുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാന്ന് പറയാണ്. അപ്പോഴേക്കും ഇഷിതയും ചിപ്പിമോളും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശോട് ബാ ഡോക്ടർ വരാൻ വരെ അകത്തേക്ക് കൊണ്ടുപോകണം. പിന്നീട് ചിപ്പിമോളോട് പറഞ്ഞു, ചിപ്പിമോൾക്ക് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്ന രചന പറഞ്ഞു, അമ്മ അങ്കിളും കൂടെ എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കുന്ന നോക്കാൻ പറയാണ്.
ചിപ്പിമോൾക്ക് ഒരു പാവയൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ചിപ്പിമോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. പിന്നീട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ചിപ്പിമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് പിങ്ക് അല്ലേ, അല്ല പിങ്ക് അല്ല ഈ കളറല്ലേ, ഈ കളർ ഡ്രസ്സ് മോൾക്ക് ഇഷ്ടം അതുകൊണ്ട് വാങ്ങിച്ചാന്ന് പറയാണ്. പെട്ടെന്ന് ഇഷിത് പറഞ്ഞു, ചിപ്പിമോളുടെ ഫേവറേറ്റ് കളർ പിങ്കാന്ന് പറയാണ്. ഇത് കേട്ടൻ രചന ആകാശം ഒന്ന് ചമ്മുവാണ്. ചമ്മല് പുറത്ത് കാണിച്ചില്ല. പെട്ടെന്ന് രചന ഒരു ഗിഫ്റ്റ് എടുത്ത് ഇഷിതയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ ഡോക്ടർക്ക് ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയണേ. വേണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ ഡോക്ടർ അങ്ങനെ? അതെ, സ്നേഹപൂർവ്വം ഞാനും നിരസിക്കുക, എനിക്കിതിന്റെ ആവശ്യമില്ല, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം. ചിപ്പിമോൾക്ക് ടാറ്റ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഇഷിതേനെ രചന വിളിക്കുകയാണ്. അത് എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. എന്ത്? അടുത്ത ആഴ്ച കോടതി കേസ് വിളിക്കും. ആ കേസ് വിളിക്കുന്ന സമയത്ത് ചിപ്പിമോൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്ന് സംസാരിക്കുമെന്ന് ചോദിക്കും. എന്ത്? ഞാനിവിടെ എന്താ വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിനകത്ത് ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടോ? എനിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ലെന്ന് പറയാം. അങ്ങനെ പറയരുത്. ഒരു പക്ഷേങ്കിൽ അന്ന് TV ചാനൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലേ, അതുപോലെ ഒരു കാര്യം വന്ന് കോടതി പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ബലമാവും. ചിപ്പിമോളെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയാണ്. ചിപ്പിമോളെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ടാ ചിപ്പിമോളെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അതെ മുമ്പ് ഞാൻ ഗിഫ്റ്റ് നിരസിച്ചില്ലേ, അതുപോലെ ഇത് ഞാൻ സ്നേഹപൂർവ്വം അങ്ങോട്ട് നിരസിക്കുക എന്ന് പറയാണ്. സോറി കേട്ടോ രചന, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു കാര്യം ഓർത്തുന്ന വേണം രചനയോട് ഇഷിത തിരിഞ്ഞെന്ന് പറഞ്ഞു, അല്ല ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയല്ലേ രചന മോളെ? അതെ, അതുപോലെ തന്നെയല്ലേ ആകാശ് സ്നേഹിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചിപ്പിമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ കോടതി കേസ് കളിച്ച് ചിപ്പിമോളെ സ്വന്തമായിട്ട് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അല്ല എന്നെങ്കിൽ പിന്നെ പറ, ചിപ്പിമോളുടെ ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കുക. ഇത് കേട്ടോ ഒരു നിമിഷം ആകാശും രചനയും പരസ്പരം നോക്കുവാണ്. ആകാശ് പോടത്ത് നോക്കാനൊക്കെ ശ്രമിക്കുക. രചനയോട് ചോദിച്ചു, രചനയ്ക്ക് എന്നാന്ന് കൃത്യമായിട്ട് അറിയത്തില്ലല്ലേ? അത് നെക്സ്റ്റ് മന്ത് അങ്ങനെ എന്തോ ആണെന്നോ തോന്നിയെന്ന് പറയണോ. എന്നിട്ടും കൃത്യമായിട്ട് അറിയില്ല. അതെങ്കിലേ ഇന്നായിരുന്നു ചിപ്പിമോളുടെ ബർത്ത്ഡേ. പിന്നെ മഹേഷും വീട്ടുകാരും നന്നായിട്ട് ബർത്ത്ഡേ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറയണം. സ്വന്തം മോളുടെ ബർത്ത്ഡേ പോലും അറിയത്തില്ലാത്ത ഒരു അമ്മയാണോ ഇത്രമാത്രം സ്നേഹിക്കുന്നു പറയണേ? ഇത് കൂടെ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോവുകയാണ്. മുഖത്തടി ഏറ്റവലേപ്പോയി ആകാശിന്റെ രചനയ്ക്കും. പിന്നീട് പ്രഭുദേവ മാഷ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഫ്ലാറ്റിന്റെ താഴെയുള്ള ആ റോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഇഷിത വരുന്നത്. ഇഷിത എന്നിട്ട് ചോദിച്ചു, എന്താ ഭയങ്കര ആലോചനയാണല്ലോ, ഇത്ര സമയമായിട്ട് എന്താ അകത്തേക്ക് കയറി പോകത്തെന്ന് ചോദിക്കും. ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അച്ഛൻ എപ്പോഴാ വന്നേ? 7 മണിയാകുമ്പോ. ഇപ്പൊ സമയം എന്താണെന്നറിയോ? 9 മണിയായി. ഈ 2 മണിക്കൂർ ആലോചനയായിരുന്നു ചോദിക്കും. എന്തോ സീരിയസ് ആയിട്ട് മാറ്റം ഉണ്ടല്ലോ. ഒന്നുമില്ല, എനിക്കറിയാം എന്തോ കാര്യമുണ്ട്. അതെ, അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യുക, ഇത്രയൊക്കെ ആലോചിക്കുവാണെങ്കിൽ അച്ഛന് നല്ല നല്ല ഇത് കഴിവൊക്കെ ഉള്ളല്ലേ, ലിറ്ററേച്ചറൊക്കെ നല്ല അറിയാവുന്നല്ലേ, സാഹിത്യത്തിലൊക്കെ ഒന്ന് പിടികൊടുത്തുകൂടെ? കാരണം നന്നായിട്ട് അച്ഛൻ എഴുതാൻ അറിയാലോ, അച്ഛന് കുറച്ചങ്ങ് എഴുതിയാൽ എന്താ കുഴപ്പം, ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടുന്നല്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാന് എന്താ അച്ഛാ? അല്ല ഞാനിപ്പോ ഒരു കഥ ഓർത്തോണ്ടിരിക്കുവായിരുന്നു പറയാം. കഥയോ? എന്ത് കഥ? അത് ഒരു മുയലിന്റെ കഥയൊക്കെയാ. മുയലിന്റെ കഥയോ? ഒരു പോലീസുകാരനും ഒരു നേഴ്സും ഉണ്ടായിരുന്നു. ഒരു വീട്ടിലൊരു പോലീസുകാരനും തൊട്ടടുത്ത വീട്ടിൽ നേഴ്സുകാരെ താമസിച്ചിട്ടുണ്ടെന്നേ. അപ്പൊ ഈ പോലീസുകാരനൊരു മുയലുണ്ടായിരുന്നു. ഈ മുയലിനെ ആണെങ്കിൽ തീറ്റി ഭയങ്കര കാര്യത്തോടെ വളർത്തിക്കൊണ്ടിരുന്നേ. പക്ഷേങ്കിൽ അതിന് മുയലിനെ ഇടയ്ക്ക് വഴക്കൊക്കെ പറഞ്ഞ ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാ പോലീസുകാരൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഈ മുയൽ ആ നേഴ്സിന്റെ വീട്ടിലേക്ക് ചെല്ലും. ഇതിനെ ചൊല്ലി അവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ പറഞ്ഞു വരുവാണ്. ഈ സമയം ഇഷിത പറഞ്ഞു, അല്ലച്ചാ ഈ കഥ ഇന്ന് തീരുവോ? അല്ല ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് തീർത്തേക്കാന്ന് പറയണം. അവസാനം ഞാൻ പറയാന്ന് പറയണം. അങ്ങനെ അവസാനം എന്താ വെച്ചാൽ ഈ മുയലിനെ പിടിച്ചോണ്ട് ആ നേഴ്സും പോലീസുകാരനും കൂടെ രണ്ടുപേരും കൂടെ പോകുന്ന ഒരു കാഴ്ചയാന്ന് പറയാണ്. അല്ല അച്ഛൻ എന്താ ഉദ്ദേശിച്ചേ? അല്ല ആ മുയലിനെ പിടിച്ചോണ്ട് പോയി കഴിയുമ്പോഴത്തേനും ആ മുയൽ കുഞ്ഞ് ആളുടെ കയ്യിലെന്നറിയാം, നേഴ്സിന്റെ കയ്യിലായിരുന്നു. നേഴ്സിന്റെ ഒരു കൈ ഈ പോലീസുകാരൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പറയണം. മനസ്സിലായി. അച്ഛൻ പണ്ട് വായിച്ച കഥയാന്നല്ല പറഞ്ഞേ. പക്ഷെ ഈ കഥ എഴുതിയ ആളുടെ പേര് എനിക്കറിയാന്ന് പറയാന്ന്. ആരെഴുതിയത്? പ്രഭുദേവ മാഷ്. ദേ എന്റെ അച്ഛാ, എനിക്കറിയാം അച്ഛനെ ഉദ്ദേശിച്ച ആരാന്ന്. എന്നെ മഹേഷിനെയും ചിപ്പിമോളെ അല്ലേ? അച്ഛാ ഞാൻ ആ നാടകം കളിച്ച് എന്തിനാന്നറിയാവോ? മഹേഷിന് ഖത്തറിൽ നിന്ന് ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നാടകം കളിച്ച് മഹേഷിനോട് വന്ന് അപേക്ഷിച്ചു. ഞാൻ മഹേഷിനോടൊപ്പം നിന്നു. പിന്നെ ചിപ്പിമോൾക്ക് 2 ദിവസം സന്തോഷം ആവില്ലെന്ന് കരുതി. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം മാഷിനോടല്ല പറയണേ. എനിക്ക് എൻ്റെ അച്ഛനാണ് റോൾ മോഡൽ. പിന്നെ വേറെ ആരും എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് ഞാൻ പറയാതിരിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുന്ന ആൾ എൻ്റെ അച്ഛനാണ്. അച്ഛൻ അറിയാത്ത ഒരു രഹസ്യം എൻ്റെ മനസ്സിലില്ല. എന്തേലും രഹസ്യങ്ങൾ കടന്നുകൂടിയാൽ അച്ഛനോട് ഞാൻ പറയുകയും ചെയ്യും. അച്ഛനും കൂടെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കൈയും പിടിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. വിവേക് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകിന് സഹിക്കാൻ പറ്റിയില്ല. സുമിത്രയുടെ കൈയും പിടിച്ച് വിനോദം നിൽക്കുന്ന ഒരു കാഴ്ച.
അവളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാന്ന് തോന്നി. പിന്നെ സുചിത്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായെന്ന് ചോദിക്കാം. മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് സുചിത്ര പറയാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച, ഐ ലവ് യു എന്ന് പറയാണ്. ഇതൊക്കെ നമ്മള് പണ്ടേ ക്ലോസ് ചെയ്ത കാര്യങ്ങളല്ലേ? എന്താ അൽഷിമേഴ്സ് വന്നോ വിവേകിനെന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയണം. ഓ, അങ്ങനെയൊക്കെയാണോ? അതെ, എനിക്ക് എന്താണ് നിന്റെ ആവശ്യമില്ലെന്ന് പറയണം. പിന്നെ ഞാനിന്ന് വിനോദിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പഴയ നമ്മുടെ ഒരു ഫ്രണ്ടില്ലേ വിനോദ്, ഞാൻ അവനുമായിട്ട് അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ തീരുമാനിച്ചു. അവനെന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും വിവേക് പറഞ്ഞു, നടക്കില്ല, അതൊരിക്കലും ആ ബന്ധം നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് സുചിത്രനെ വെല്ലുവിളിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.